ഭയന്ന് നവാമുകുന്ദനെ തൊഴുത് ചമ്രവട്ടത്തപ്പന്റെ പാദങ്ങൾ കഴുകി പശ്ചിമസമുദ്രമെന്ന സിന്ധുസാഗരത്തിൽ അഥവാ അറബിക്കടലിൽ സ്വയം സമർപ്പിക്കുന്ന നിലാസിന്ധുവിനെ ജ്ഞാനപ്രവാഹമായി കണ്ട് ഒന്ന് മനസ്സിൽ നമസ്കരിക്കുക. മാഘസ്നാനത്തിന് വന്നിരിക്കുന്ന എല്ലാവരും തന്നെ അവരവരുടെ പിതൃപരമ്പരകളുടെ അനുവാദം വാങ്ങുക. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി തുടങ്ങിയിട്ടുള്ള. കാരണം ഈ മാഘസ്നാനത്തിന്റെ ഫലം ലഭിക്കുന്നത് ഒരു കുലത്തിൽ ഗുണവാനായ ഒരു വ്യക്തി ജനിച്ചാൽ അതിന്റെ ഗുണം 7 തലമുറ പിന്നോട്ടും 7 തലമുറ മുന്നോട്ടും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതിന് കൂടി പര്യാപ്തമാണ് ഈ മാഘസ്നാനമെന്ന് ഉറപ്പിച്ചു മനസ്സിലാക്കി പിതൃക്കളുടെ അനുവാദം ആദ്യം ചോദിക്കുക. പിതൃക്കളുടെ അനുവാദത്തിന് ശേഷം അവനവന്റെ പരദേവതയുടെ അനുവാദം വാങ്ങുക. അവനവന്റെ ഗുരുപാരമ്പര്യത്തോട് അനുവാദം വാങ്ങുക. ഏതെങ്കിലും സമ്പ്രദായത്തിൽ ദീക്ഷിതരാണെങ്കിൽ ആ ഗുരുവിനോടോ ഗുരുപാരമ്പര്യത്തോടെല്ലാം അനുവാദം വാങ്ങുക.